തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഈ ഏമാൻ വീതം വയ്പിലും അഗ്രഗണ്യനാണ്. ഉദ്യോഗസ്ഥ കുർവാ സംഘത്തിലെ, പ്രത്യേകിച്ചും ജയിൽ വകുപ്പിലെ വീതം വെപ്പിൻ്റെ തലവൻ. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് ഇദ്ദേഹം കൃത്യമായി വീതം നൽകാറുണ്ട് എന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇവരുടെ എല്ലാം രാഷ്ട്രീയ ദൈവതുല്യന്മാരുടെ വീതം പരമരഹസ്യവുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇവർ ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽ വർഷം തോറും ഏകദേശം 80 ലക്ഷം രൂപ വരെയാണ് UPI ട്രാൻസാക്ഷനിലൂടെ ഇയാളുടെ ഭാര്യയും കൈപ്പറ്റിയിരിക്കുന്നത്. തലശ്ശേരിയിൽ വെച്ചാണ് ഒരു KSEB ജൂനിയർ സൂപ്രണ്ടിനെ 8000 രൂപ കൈക്കൂലി വാങ്ങിയപ്പോൾ പിടികൂടിയത്. എന്തിനു വേണ്ടിയാണ് കൈക്കൂലി? ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി. അതായത് രമണ കൈക്കൂലി നൽകിയ ആളുടെ അപേക്ഷയിൽ വേഗത്തിൽ നടപടിയെടുക്കാനായി. കൊച്ചിൻ നഗരസഭയിലെ തൂണുകൾ പോലും കൈക്കൂലിക്കാരാണെന്നാണ് കരക്കമ്പി. ഇതെന്തൊരു സിസ്റ്റമാണ് കാരണഭൂത. സത്യം പറയുന്നവർക്കെതിരെ കേസെടുത്തിട്ട് കാര്യം ഉണ്ടോ? അഴിമതി ഇല്ലാതാകുമോ? അഴിമതിയുടെ EGN തൊഴുത്തായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പ് മൊത്തം. പിന്നെ ഇതിലൊക്കെ സ്വാഭാവികതയേ ഉള്ളൂ. കാരണം സെക്രട്ടറിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ അഴിമതിക്കാരനാണെന്നാണ് സഹ IAS ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തായാലും വിജിലൻസിന് കേസെടുക്കാനേ കഴിയുള്ളൂ. ഒരൊറ്റ ഒരുത്തൻ പോലും ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ്. കേസുമായിട്ട് മുന്നോട്ട് പോയി കേസെടുത്തിട്ട് ഇവരെയൊക്കെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കേണ്ടത് സെക്രട്ടറിയിലെ വലിയ ഏമാന്മാരാണ്. അവരൊക്കെ ഉദ്യോഗസ്ഥ മാഫിയയുടെ ഭാഗമായതുകൊണ്ട് ഇവനൊന്നും ശിക്ഷിക്കപ്പെടില്ല. 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ സസ്പെൻഷൻ. ആ സമയത്ത് പകുതി ശമ്പളം. അത് കഴിഞ്ഞ് വീണ്ടും പുതിയ സ്ഥലത്തേക്ക് പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ ബാക്കി ശമ്പളം കിട്ടും. എന്നും ശശിയാകാൻ വിധിക്കപ്പെട്ടത് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന പൗരജനം മാത്രം.